Hey guys, welcome to your YouTube channel. നമ്മൾ ഇന്ന് കൊണ്ടുവന്നേക്കണ 2021 WRX 2 ലിറ്റർ ടർബോ മാനുവൽ 6 സ്പീഡ്. വണ്ടി വന്നിട്ട് WRX 2021 6 സ്പീഡാണ്. വണ്ടി കാണുമ്പോഴേ അറിയാം അത്യാവശ്യം നമ്മൾ ലോവേഡാണ് വണ്ടി. കോയിൽ ഓവറിൽ ഫ്ലഷ് ഫിറ്റ്മെൻ്റ് ആണ് ഫ്രണ്ട് വീലും ബാക്ക് വീലും എല്ലാം കിടക്കുന്നത്. പിന്നെ വണ്ടിയിൽ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ആഫ്റ്റർ മാർക്കറ്റ് വീൽസ്, സസ്പെൻഷന്, പിന്നെ പെൻഡർ റോൾ ചെയ്തിട്ടുണ്ട് കറക്റ്റ് ഫിറ്റ്മെൻറ്റിന് വേണ്ടി. ഇപ്പോൾ കണ്ടോ, ഒരു വിരൽ പോലും അത്യാവശ്യം കയറുന്ന ഒരു കറക്റ്റ് ടൈറ്റ് ഫിറ്റ്മെൻറ്റിലാണ് ഇരിക്കുന്നത് ഫ്രണ്ട്. അതുപോലെ തന്നെ ബൈക്കും അത്യാവശ്യം നല്ല ഫ്ലഷ് ഫിറ്റ്മെൻറ്റിലാണ് ഇരിക്കുന്നത്. ഇത് കുറച്ചുകൂടെ താത്തണം എന്നാണ് നമ്മുടെ ഫ്രണ്ട് പറഞ്ഞത്. ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്, അപ്പം ഇത് കുറച്ചുകൂടെ താത്തണം. അതുപോലെ തന്നെ വണ്ടിക്ക് വന്നേക്കണമെന്ന് പറഞ്ഞാൽ ബ്രേക്ക് പറയുകയാണെങ്കിൽ ഫ്രണ്ടി ബ്രംബോയാണ് ഫ്രണ്ടും ബാക്കും ബ്രേക്സ് വന്നേക്കണം. ഫ്രണ്ടിൽ വന്നേക്കണ 2 പിസ്റ്റൺ ആണ് വന്നേക്കണം. ബാക്കിൽ വന്നേക്കണത് സിംഗിൾ പിസ്റ്റൺ ബ്രംബോ ബ്രേക്സ് ആണ്. 2021 WRXന് മാത്രമാണ് ഇങ്ങനത്തെ ബ്രംബോയുടെ ബ്രേക്സ് വന്നിരിക്കുന്നത്. വണ്ടി വന്നേക്കണമെന്ന് പറഞ്ഞാൽ വണ്ടി ആക്സിൽ ബാക്ക് എക്സോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മോസ്റ്റ്ലി വണ്ടി എസ്തെറ്റിക് വൈസ് ആണ് ഈ വണ്ടി മോഡി ചെയ്തിരിക്കുന്നത്. വണ്ടി ഡൗൺ ദി റോഡ് ട്യൂൺ ചെയ്യാൻ പ്ലാൻ ഉണ്ടെന്നാണ് നമ്മളോട് ഓണർ പറഞ്ഞത്. അപ്പോൾ എഞ്ചിൻ വന്നേക്കെന്ന് പറഞ്ഞാൽ വണ്ടിക്ക് 4 സിലിണ്ടറിൽ 2 ലിറ്റർ ടർബോയാണ് വന്നേക്കണം. അപ്പോൾ നമുക്ക് എഞ്ചിൻ ബേ നോക്കാം. വണ്ടി സ്റ്റോക്കാണ്, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ വണ്ടിക്ക് വന്നേക്കണ ബോക്സർ എഞ്ചിനാണ്. നമ്മുടെ സുബ്രു WRXനെല്ലാം വരുന്നതാണ് ബോക്സർ എഞ്ചിൻ. അപ്പം അത് 4 സിലിണ്ടർ 2 ലിറ്റർ ടർബോയാണ്. ബാക്കി കോയിൽ ഓവർ നമുക്കിവിടെ കാണാം. കോയിൽ ഓവർ ചെയ്തേക്കുന്നതിൻ്റെ ഇതൊക്കെ കാണാം. അഡ്ജസ്റ്റ്മെൻറ്റ്സും എല്ലാം നമുക്ക് ക്യാമറയൊക്കെ ഇവിടെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ലൈസൻസ് പ്ലേറ്റ് ലൊക്കേറ്റർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് ലിപ്പ്, അങ്ങനെ ചെറിയ ചെറിയ എസ്തെറ്റിക് മോഡ്സൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം വണ്ടിയെക്കുറിച്ച് ഇൻഡെപ്ത് ഡീറ്റെയിൽസ് നമ്മുടെ ഫ്രണ്ടിനോട് തന്നെ ചോദിക്കാം. അപ്പോൾ ഈ വണ്ടി നമ്മുടെ ഫ്രണ്ട് ആരോമലിൻ്റെ ആണ്. അപ്പോൾ നമുക്ക് ആരോമലിനോട് തന്നെ കൂടുതൽ ഡീറ്റെയിൽസ് ചോദിക്കാം. എന്തൊക്കെയാണ് പുള്ളി ഇത് ചെയ്തേക്കുന്നത്. നന്നായിട്ട് ഫ്ലഷ് ഫിറ്റ്മെൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം വെൽക്കം ടു അവർ ചാനൽ. അപ്പം ആരോമൽ പറയും, എന്തൊക്കെയാണ് വണ്ടിയെ ചെയ്തിരിക്കുന്നത്? മെയിനായിട്ട് ഞാനൊരു സ്റ്റാൻസ് മോഡാണ് നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് മെയിനായിട്ട് എനിക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് വീൽസും കോയിലോവേഴ്സ് ആയിരുന്നു. അപ്പോൾ ഞാനൊരു നല്ല വൈഡായിട്ടുള്ളൊരു വീല് നോക്കി കുറേ നടന്നു. അങ്ങനെയാണ് എനിക്ക് അനോവിയ നൈറ്റ്സിൻ്റെ 10.5J വീൽസ് കിട്ടിയത്. ഇത് ഒരു സ്ട്രെച്ച് ഫിറ്റ്മെൻ്റ് ആണ് ചെയ്തേക്കുന്നത്. പിന്നെ കോയിലോവേഴ്സ് ഞാൻ മാക്സിമം ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ബാക്ക് ക്യാമ്പർ എനിക്ക് വിചാരിച്ചത്ര വന്നിട്ടില്ല. അപ്പോൾ ബാക്കിലെ ക്യാമ്പർ ഒന്ന് കൂട്ടി കുറച്ചുകൂടെ നിലത്തടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ഓടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും അതാണ് അതിൻ്റെ ഒരു രസം. കോയിലോവേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ടീൻ്റെ അഡ്ജസ്റ്റബിൾ കോയിലോവേഴ്സാണ്, ഫ്ലെക്സി കോയിലോവേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ തന്നെ ഡാമ്പറിങ് അഡ്ജസ്റ്റ്മെൻറ്റും അതുപോലെ തന്നെ ക്യാമ്പർ അഡ്ജസ്റ്റ്മെൻറ്റും ഉണ്ട്. ഇപ്പോൾ ഇവിടെ അറിയാൻ പറ്റും, നമ്മൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സ്ലോട്ട്സ് മൂവ് ചെയ്യുന്നതനുസരിച്ചായിരിക്കും നമ്മുടെ ക്യാമ്പർ ചേഞ്ച് ആവുക. അപ്പം ഡാമ്പറിങ് അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യം പറയാനാണെങ്കിൽ ഈ നോബ് അനുസരിച്ച് നമുക്ക് ഈ സസ്പെൻഷൻ സോഫ്റ്റ് ആക്കാനും ഹാർഡ് ആക്കാനും പറ്റും നമ്മുടെ റൈഡിങ് കണ്ടീഷൻസ് അനുസരിച്ച്. ഇപ്പം ഞാനിപ്പോൾ ഒരു അത്യാവശ്യം പ്രിലോഡിലൊരു സെറ്റിങ് നമ്മുടെ ഞാൻ വണ്ടി ചെയ്യുന്ന പുള്ളിക്കാരൻ്റെ റെക്കമെൻഡേഷൻ അനുസരിച്ചാണ് അതിൻ്റെ അകത്ത് പ്രിലോഡും അതുപോലെ തന്നെ ഡാമ്പറിങ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ക്യാമ്പർ ഏകദേശം അത്യാവശ്യമുള്ള രീതിയിലാണ്, ടയർ ഒരുപാട് വെയറായി പോകാതിരിക്കാവുന്ന രീതിയിലാണ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ വീലിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇതൊരു 18 ഇഞ്ച് അനോവിയ നൈറ്റ്സിൻ്റെ വീൽസാണ്. ഇത് ഫിറ്റ്മെൻറ്റ് ഇൻഡസ്ട്രീസ് US നിന്ന് എടുത്താണ്. അപ്പോൾ എനിക്ക് അത്യാവശ്യം വൈഡ് വീൽസിനോട് പണ്ടേ ഒരു ക്രൈസ് ഉണ്ട്. അങ്ങനെ ഞാൻ നോക്കി എടുത്താണ്. നാട്ടിൽ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന വണ്ടിയിൽ 10.5J തന്നെയായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് അത്രയും നല്ലൊരു വൈഡ് വീല് ഈ പറ്റിയ സ്പെക്കിലെടുക്കാൻ ഞാൻ നോക്കി കിടന്നു. അങ്ങനെയാണ് എനിക്കൊരു കോൺകേവ് സ്പെക്കിലൊരു 10.5J വീൽ കിട്ടിയത്. അതുപോലെ തന്നെ ലെക്സാനിയുടെ ടയേഴ്സാണ് ഇതിലുള്ളത്. അപ്പോൾ സ്ട്രെച്ച് ഫിറ്റ്മെൻറ്റിലാണ് ഇട്ടിരിക്കുന്നത്. ഉള്ളിൽ ഫെൻഡർ റോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ കുറച്ച് കെയർ ചെയ്ത് മാത്രമേ ഓടിക്കാൻ പറ്റുള്ളൂ, അല്ലെന്നുണ്ടെങ്കിൽ വീല് ഇതായിപ്പോൾ. സുബറുവിനകത്ത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് സിമെട്രിക്കൽ ഓൾ വീൽ ഡ്രൈവ് ആയ കാരണം നമുക്ക് ഒരിക്കലും സ്റ്റാഗേർഡ് പാറ്റേൺ അലോയ് വീൽസ് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളെപ്പോഴും യൂസ് ചെയ്യുമ്പോൾ സെയിം J ഉള്ള വീലാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബാക്കും ഫ്രണ്ടും ബോത്ത് 10.5J തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ കുറച്ചുകൂടെ ക്യാമ്പർ ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ, ഞാൻ ലാസ്റ്റ് ടൈം ഫിറ്റ്മെൻറ്റ് ചെയ്ത സമയത്ത് വീൽ വെൽ ഏകദേശം അലോയ് വീലിൻ്റെ മുകളിൽ തന്നെ വയ്ക്കുന്ന രീതിയിലായിരുന്നു. ഇത് കുറച്ചുകൂടെ ഫിറ്റ്മെൻറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അത് പെൻഡിങ് ആണ്. അത് ഇവിടെ നോക്കിയാൽ കാണാം, കഴിഞ്ഞ പ്രാവശ്യത്തെ അതിൻ്റെ കുറച്ച് റബ്ബിങ് ആണ് ഇത് കാണുന്നത്. അതെ.
പിന്നെ സ്കേർട്ട് ഞാൻ ബാക്കിൽ, ഇത് ആക്ച്വലി സ്കേർട്ട് ആണെന്ന് പറയാൻ പറ്റില്ല, ഇതിന് പറയുന്നത് സ്പ്ലാഷ് ഗാർഡ് എന്നാണ്. ഇത് USDM ടൈപ്പാണ്, USDM അല്ലെങ്കിൽ JDM ടൈപ്പ്, 2 ടൈപ്പാണ് വരുന്നത്. ഇത് അത്യാവശ്യം കിട്ടാൻ റെയറായിട്ടുള്ള സാധനമാണ്. ഞാൻ കുറച്ച് ഫോൺ കോൾസ് അവിടെ ഇവിടെ ചെയ്തിട്ടാണ് എനിക്ക് സാധനം കിട്ടിയത്. അപ്പോൾ ഇത് സുബറോ മിസിസ്വാഗയിൽ കുറച്ച് പീസുകൾ ഇരിപ്പുണ്ട്. അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ പെട്ടെന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. അപ്പോൾ ഇപ്പം ഞാൻ ചെയ്തേക്കുന്നത് റീമാക്കിൻ്റെ ആക്സൽ ബാക്ക് എക്സോസ്റ്റ് ആണ്. ഫ്യൂച്ചറിൽ ഒരു ക്യാറ്റ് ബാക്ക് ചെയ്യണമെന്നുണ്ട്, ക്യാറ്റ് ബാക്ക് ഇൻടേക്കൊക്കെ ചെയ്യണമെന്നുണ്ട്. എസ്പെഷ്യലി സുബറൂസിൻ്റെ ഒരു കാര്യം, നമ്മൾ ഇൻടേക്കിലോ എക്സോസ്റ്റിലോ എന്തെങ്കിലും രീതിയിൽ ലൈക്ക് ആക്സൽ ബാക്കിന് പ്രശ്നമില്ല, പക്ഷേ ക്യാറ്റ് ബാക്കോ അല്ലെങ്കിൽ ഇൻടേക്കോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് അപ്രോപ്രിയേറ്റ് ഉള്ള ട്യൂൺ ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ അത് പ്രോപ്പർലി ലൈക്ക് ഫ്യൂച്ചറിൽ എഞ്ചിൻ ഇഷ്യൂസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇപ്പം കോബ് ആക്സസ് പോർട്ട് പോലത്തുള്ള ഉപകരണങ്ങൾ ആൾക്കാർ യൂസ് ചെയ്യാറുണ്ട് ഏതെങ്കിലും കോഡ് എറേഴ്സോ കാര്യങ്ങളൊക്കെ കാണിക്കാൻ. അപ്പോൾ ഞാൻ അങ്ങനത്തെ ഒരു റിലയബിലിറ്റി മോഡ്സ് എല്ലാം ചെയ്തതിന് ശേഷം മാത്രം ബാക്കിലോട്ടോ അല്ലെങ്കിൽ ഒരു ഇൻടേക്കിലോട്ടോ പോകാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ എസ്തെറ്റിക് മോഡ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഇവിടെ നോർമലി ഒരു ക്രോം ലോഗോ ആണ് വരാറുള്ളത്, അത് ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്, ബ്ലാക്ക് ആൻഡ് റെഡ്. ഞാൻ യൂഷ്വലി ഒരു 2 ടോൺ അല്ലെങ്കിൽ 3 ടോൺ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ലൈക്ക് ബ്ലൂ, ബ്ലാക്ക്, റെഡ്. അപ്പോൾ എനിക്ക് കിട്ടിയ സമയത്ത് തന്നെ വണ്ടിക്ക് സ്റ്റോക്ക് വരുന്നത് ഒരു റെഡ് ബ്രംബോ ആയതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ഒരു റെഡ് മാച്ചിങ് അല്ലെങ്കിൽ റെഡ് ആൻഡ് ബ്ലൂ മാച്ചാണ് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ വീൽസ് either ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റ് ആയിരുന്നു എൻ്റെ ഓപ്ഷൻ. അപ്പോൾ ബ്ലാക്ക് വലിയ പ്രശ്നമില്ലാതെ തോന്നി, അങ്ങനെ ഞാൻ ബ്ലാക്ക് തന്നെ കണ്ടിന്യൂ ചെയ്തു. അതുപോലെ തന്നെ ഞാൻ ഈ ഇടയ്ക്ക് ചെയ്തൊരു മോഡാണ് ഈ ഗ്രില്ല്. ഇത് JDMSൻ്റെ V2 ടൈപ്പാണ്. ഇൻസൈഡിൽ എന്തെങ്കിലും ചെയ്യണമെന്നുള്ള രീതിയിൽ ഞാൻ ഹെലയുടെ ഹോൺ എടുത്തു. ഹെലയുടെ ഹോൺ എടുത്തപ്പോൾ തന്നെ ഇതിന് പല ടൈപ്പ് മൗണ്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇത് പെരിൻ്റെ മൗണ്ടാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഗ്രിം സ്പീഡിൻ്റെയും വേറെ കമ്പനികളുടെ മൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എത്ര ലെങ്ത് വേണം അതനുസരിച്ചിരിക്കും. ലിപ്പ് ജസ്റ്റ് ഒരു 3 പീസ് ലിപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം വണ്ടിക്ക് ഒരു ലോ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിത്ര ലോവർ ചെയ്തേക്കുന്നതുകൊണ്ട് ചോദിക്കാം, അപ്പോൾ വിൻ്ററിലപ്പോൾ എങ്ങനെ ഇത് സ്റ്റോർ ചെയ്യുമായിരുന്നോ അതോ റൈഡ് ചെയ്യുമായിരുന്നു? യൂഷ്വലി ഇതെൻ്റെ ഡെയിലി കാർ കൂടിയാണ്, ഞാൻ വർക്കിന് പോകുന്ന വണ്ടി തന്നെയാണ്. അപ്പോൾ വിൻ്റർ ആകുന്ന സമയത്ത് ഞാൻ യൂഷ്വലി ചെയ്യുന്നത് വിൻ്റർ ടയേഴ്സ് ഇടും, എൻ്റെ കയ്യിൽ വിൻ്റർ റിംസ് ഉണ്ട്. അതുപോലെ തന്നെ കോയിലോവേഴ്സ് ലിഫ്റ്റ് ചെയ്യും, പിന്നെ ലിപ്പ് കാര്യങ്ങളെല്ലാം അഴിച്ചു മാറ്റും. ഇവിടുത്തെ വിൻഡോസ് അത്യാവശ്യം ഹാഷാണ്. നമ്മൾ ഈ ഒരു മോഡ് അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് സമ്മർ യൂസ് ചെയ്യാനത് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ നോക്കിയാണ് ചെയ്യാറ്. ഇപ്പോൾ ഏകദേശം വെയിലൊക്കെ വന്നു തുടങ്ങി, അപ്പം വീണ്ടും ബാക്കി കാര്യങ്ങളെല്ലാം തിരിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്, ഡ്രോപ്പ് ചെയ്തതാണ്. പിന്നെ അങ്ങനെയൊക്കെ ഓരോന്നായിട്ട് ചെയ്യണം. ഈ സമ്മറിൽ അത്യാവശ്യം കുറച്ച് മോഡ്സ് ലിസ്റ്റിലുണ്ട്. പിന്നെ ഇത് ഹാർഡിലിട്ടാണ് എപ്പോഴും ഓടിക്കണം അതോ സസ്പെൻഷൻ അതോ സോഫ്റ്റ് ആയിട്ടാണ്? സസ്പെൻഷൻ ഞാനൊരു മിഡ് ലെവലിലാണ് വെച്ചേക്കുന്നത്. ഒരുപാട് ഹാർഡാക്കി പിന്നെ ഇത്ര താന്നിരിക്കുന്നതുകൊണ്ട് ഒരുപാട് സോഫ്റ്റ് ആക്കാനും പറ്റില്ല, ഒരുപാട് അടി ഉണ്ടാവും. പിന്നെ ഞാൻ ഡെയിലി പോകുന്ന റൂട്ടും അവിടുത്തെ പോത്തോൾസ് ഒക്കെ അറിയാവുന്ന കാരണം ഒരുവിധ അഡ്ജസ്റ്റ്മെന്റ്സിലങ്ങ് പോകും. പക്ഷെ പുതിയ റോഡിലോട്ട് പോകാൻ എപ്പോഴും പേടിയാണ്. അതെ, നമ്മളിപ്പോൾ വന്നപ്പോഴാണല്ലോ നമുക്ക് റിയർവ്യൂ മിറർ നോക്കുമ്പോൾ ആരംഭിൽ വരുമ്പോൾ ഭയങ്കര കെയർഫുൾ ആയിട്ട്, അപ്പം ചെറിയൊരു നമ്മൾ റെയിൽവേ ക്രോസ് പോലും എടുത്ത് വെക്കണം, ഭയങ്കര സ്ലോ ആയിട്ട് ചെരിച്ച് എടുത്ത് വെക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ പിന്നെ ലിപ്പല്ലേ സൈഡ് സ്കേർട്ട് റബ്ബ് ആവാന് ഭയങ്കര ചാൻസ് ഉണ്ട്. മെയിനായിട്ട് റെയിൽവേ ക്രോസിംഗ്സ് ആണ് ഇവിടുത്തെ ഒരു പ്രശ്നം. അതെ, അത് കുറച്ച്. അതുപോലെ എക്സോസ്റ്റ് എങ്ങനെയുണ്ട്? ഞാൻ ചില വണ്ടിയുടെ ഒക്കെ എക്സോസ്റ്റ് റബ്ബ് ആവണം കണ്ടിട്ടുണ്ട്. എക്സോസ്റ്റ് താന്നാണ് ഇരിക്കുന്നത്, എക്സോസ്റ്റും താന്നാണ് ഇരിക്കുന്നത്, താഴത്തെ ആ എഞ്ചിൻ ഗാർഡും താന്നാണ് ഇരിക്കുന്നത്. ആ 2 സാധനമാണ് മെയിനായിട്ട് കിട്ടുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ വണ്ടി ഓടിച്ച് വരുന്ന വഴിക്ക് ഒരു കല്ലുണ്ട്, ലിപ്പ് അത് ക്ലിയർ ചെയ്തു, പക്ഷേ എഞ്ചിൻ ഗാർഡിൽ അത് പിടിച്ചു. പിന്നെ എനിക്ക് റിവേഴ്സ് എടുത്തിട്ട് പോകേണ്ടി വന്നു. പക്ഷേ തിരക്കുള്ള സ്ഥലങ്ങളിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ റെയിൽവേ ക്രോസിംഗ്സിൽ ഞാൻ കൂടുതൽ ചെയ്യുന്നത് 4 ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് നാട്ടിൽ ചെയ്യുന്ന പോലെ തന്നെ വളച്ചെടുക്കുകയാണ്. പക്ഷെ മിക്കപ്പോഴും ഹോൺ അടിയോ ഞാനും കുറെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് പേടി, ഞാൻ പുറകെ നോക്കും, ഇങ്ങനെ അവർ പറന്നവന്റെ സൈഡ് മാക്സിമം ഒതുക്കി കയറ്റി വിടും. പക്ഷെ ചില സ്ഥലത്ത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ആളുകൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കുറച്ച് പാടാണ്. ഇവിടുത്തെ ആൾക്കാർക്ക് പൊതുവെ കുറച്ച് തിരക്ക് കൂടുതലാണ്, നാട്ടിലത്ര ക്ഷമയില്ല. അപ്പോൾ ഇനി ഫ്യൂച്ചറിലോട്ട് ഈ സീസണിൽ അടുത്ത സീസണിലോട്ട് എന്തെങ്കിലും നമ്മൾ ഇപ്പോൾ മെയിൻ്റെനൻസ് ഫസ്റ്റ് ടേക്ക് കെയർ ചെയ്യണം, അത് കഴിഞ്ഞ് നമ്മുടെ ട്യൂണിങ് വൈസ് അല്ലെങ്കിൽ പെർഫോമൻസ് വൈസ് എന്തൊക്കെ ചെയ്യാനാണ് ഉദ്ദേശിക്കണം? ഫസ്റ്റ് ആയിട്ട് റിലയബിലിറ്റിക്ക് എനിക്കൊരു AOS ചെയ്യണമെന്നുണ്ട്. അതിനുശേഷം ഇൻടേക്കും ഒരു ക്യാറ്റ് ബാക്കും, അതാണ് ഞാൻ ഈ സീസണിൽ പ്ലാൻ ചെയ്യുന്നത്. പക്ഷെ എത്രത്തോളം നടക്കും എന്നറിയില്ല. ഇപ്പോൾ കോബാണ് ഇതിന്, ഞാൻ കുറെ പേര് എല്ലാവരും റൺ ചെയ്യണം കോബാണ്. ഞാൻ കോബിന് സുബറുവിന് വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല സാധനങ്ങളുണ്ട്, പക്ഷെ അത്യാവശ്യം കോസ്റ്റ്ലി ആണ്. പിന്നെ നല്ല സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ നാൾ നിൽക്കും എന്നുള്ള രീതിയിൽ നല്ലതെടുക്കുന്നതിനാണ് നല്ലത്. പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു നോർമലി എല്ലാവർക്കും ഒരു ക്യൂരിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, എന്തുകൊണ്ട് WRX ഓവർ STI എന്ന് ചോദിക്കും. അപ്പം STI ആണല്ലോ ഇതിൻ്റെ ഒരു അപ്ഗ്രേഡ് വേർഷൻ എന്ന് പറയുന്നത്. എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. ഞാൻ 21 WRX എടുത്തപ്പോൾ എനിക്ക് ഏകദേശം അതേ കോസ്റ്റിൽ തന്നെ ഒരു 18 19 STI എടുക്കായിരുന്നു. പക്ഷേ മെയിനായിട്ട് നമ്മുടെ യൂസ് ആണ്, അതൊരു 2.5 ലിറ്റർ ആണ്, അത് കുറച്ച് ബേബി ചെയ്തുകൊണ്ട് കിടക്കുന്ന വണ്ടിയാണ് ഇൻ ടേംസ് ഓഫ് എഞ്ചിൻ സ്പെക് ആയാലും കാര്യങ്ങളെല്ലാം. ഇത് കുറച്ചുകൂടെ നമുക്കൊരു ഡെയിലി യൂസിന് പറ്റുന്ന വണ്ടിയാണ്. പിന്നെ ഫ്യൂൽ വൈസ് അല്ലെങ്കിൽ എക്കണോമിക്കലാണ് കുറച്ചുകൂടെ. പിന്നെ അങ്ങനെ അതാണ് എൻ്റെ മെയിൻ കാരണം. റിലയബിലിറ്റി ആസ്പെക്ട്സ് നോക്കുമ്പോൾ STI ആണോ രണ്ടും സെയിം എഞ്ചിൻ തന്നെയാണ്, പക്ഷേ എന്തോ എനിക്കാണ് ഇന്റേണൽസ് വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നത്. അതെ 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 STI കുറച്ച് റിലയബിലിറ്റി WRXനെ അപേക്ഷിച്ച് കുറവാണ്. അത് പേഴ്സണൽ ഒപ്പീനിയൻസ് ആണ്, ഓരോ ആൾക്കാർക്ക് ഓരോ രീതിയിലാണ്. എന്നാൽ STI കുറച്ച് ബേബി ചെയ്ത് കിടക്കേണ്ട കാറാണ്. ഇത് പിന്നെയും കുറച്ചുകൂടെ നമുക്ക് റെഫ്യൂസ് ചെയ്യാൻ പറ്റും. എന്നാൽ പോലും
ST കുറച്ചുകൂടെ ലൈക്ക് കൂളിംഗ് ഇഷ്യൂസ് അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ, സിലിണ്ടർ 4 ഒക്കെ സിലിണ്ടർ ഫോർ കൂളിംഗ് മോഡ്സ് ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു 1-to-1 പ്രശ്നം വന്നപ്പോഴാണ് ഞങ്ങൾ WRX നോക്കി. അപ്പോൾ എനിക്കും എൻ്റെ ഫ്രണ്ടിനും സെയിം WRX തന്നെ ഉണ്ട്. അവൻ്റെ 2020 ആണ്. ഞങ്ങൾ ഒരു വീട്ടിൽ തന്നെയാണ് നിൽക്കുന്നത്. രണ്ടും ബ്ലൂ ആണ്. ഞങ്ങൾ രണ്ടുപേരും ഒരു 1 വീക്ക് വ്യത്യാസത്തിലാണ് എടുത്തത്. അവൻ ആദ്യം പോയി ഒരു വണ്ടി എടുത്തു. അവനെടുത്ത് 1 വീക്ക് കഴിഞ്ഞ് ഞാനും വണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. 1 വീക്ക് കഴിഞ്ഞ് ഞങ്ങൾ എടുത്തു. അങ്ങനെ 2 വണ്ടി, 2 ബ്ലൂ വണ്ടി ഒരു വീട്ടിൽ നിന്നുള്ള രീതിയിലാണ് ഞങ്ങൾ കൊണ്ടു നടന്നത്. അങ്ങനെ 2 വണ്ടിയിൽ ഞങ്ങൾ പതുക്കെ മോഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഈ സ്കൂപ്പ് ഞാൻ ചിലർ കാർബൺ ഫൈബർ ഒക്കെ കണ്ടിട്ടുണ്ട്. ഇത് സ്കൂപ്പ് അപ്ഗ്രേഡ് ചെയ്യാല്ലേ? ഈ വണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരുവിധ എല്ലാ സാധനങ്ങളും തന്നെ ആഫ്റ്റർ മാർക്കറ്റ് പാർട്സ് കിട്ടാറുണ്ട്. അതാണ് ഒരു മേജർ അഡ്വാൻറ്റേജ്. സ്കൂപ്പ് ആയാലും ലൈക്ക് ഫെൻഡർ, ബമ്പർ, അല്ലെങ്കിൽ വൈറ്റ് ബോഡി കിറ്റ്, എല്ലാ കാര്യങ്ങളും കിട്ടാൻ ട്യൂണേഴ്സ് കമ്മ്യൂണിറ്റിയിൽ കുറച്ചൊരു എല്ലാവരും നോക്കി അല്ലെങ്കിൽ പാർട്സ് അവൈലബിലിറ്റി ഉള്ള കാർ ആയതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ ഒരു മോഡിഫിക്കേഷൻ വൈസ് നമുക്ക് കൂടുതൽ പാർട്സ് ഇൻസർച്ച് ചെയ്ത് നടക്കേണ്ട കാര്യമില്ല. 2022 തൊട്ട് VB മോഡൽ ഇറങ്ങിയ കാരണം തന്നെ അതിനോടുള്ള ആളുകളുടെ ആരാധന പഴയ പോലെ ഇല്ല. ഈവൻ ലൈക്ക് 2024 മോഡലൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് തന്നെ ആൾക്കാർക്ക് ആ ഒരു മോഡലിനോട് തീരെ താല്പര്യം തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു മോഡൽസിന്റെ പ്രൈസോ അല്ലെങ്കിൽ വാല്യൂ ഫ്യൂച്ചറിൽ കൂടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പുതിയ മോഡലിൽ എനിക്ക് തോന്നണെന്ന് പറഞ്ഞാൽ കൂടുതൽ പ്ലാസ്റ്റിക് പാർട്സ് അവർ കൂടുതൽ ബമ്പറിലും സൈഡ് സ്കേർട്ടിലും എല്ലാം. അത് എനിക്ക് പേഴ്സണലി അത്ര താല്പര്യമുള്ള വണ്ടിയല്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ 2021 തന്നെ നോക്കിയെടുത്തത്. അല്ലെങ്കിൽ ഒരു പുതിയ വണ്ടി, അല്ലെങ്കിൽ ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് നോക്കുകയാണെങ്കിലും കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും പുതിയ വണ്ടിയിലാണ് ആൾക്കാർ കൂടുതൽ ഇൻക്ലൈൻ ആവുന്നത്. പക്ഷേ എനിക്ക് ഈ ഒരു മോഡലിനോടായിരുന്നു താല്പര്യം. അത് കാരണമാണ് തപ്പിയെടുത്തത്. ആ സമയത്ത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം വണ്ടികൾ കിട്ടാനുണ്ട്. പിന്നെ നമുക്ക് ലോ കിലോമീറ്റേഴ്സ് വേണമായിരുന്നു. പിന്നെ വണ്ടി അത്യാവശ്യം ക്ലീൻ ആയിരുന്നു ഞാൻ എടുത്ത സമയത്ത്. അവൻ്റെ വണ്ടി നല്ല ക്ലീൻ വണ്ടിയായിരുന്നു. അങ്ങനെ ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ തന്നെ പോകുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ മെയിൻ്റെനൻസ് വെച്ച് ട്രാൻസ്മിഷൻ ഫ്ലൂയിഡ് ഒക്കെ ചേഞ്ച് ചെയ്യാറായിട്ടുണ്ടോ? ഇല്ല അത്ര ആയിട്ടില്ല. വണ്ടി ഇപ്പോൾ ഏകദേശം ഒരു 48 ആ ഒരു റേഞ്ചൊക്കെ ആവുന്നുള്ളൂ. അപ്പം സർവീസ് സ്റ്റിൽ ഒന്നും ആയിട്ടില്ല. സർവീസ് AB അങ്ങനെ 2 സർവീസാണ് മെയിനായിട്ട് സൂബറു റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ സർവീസ് എല്ലാം കറക്റ്റായിട്ട് ഞാൻ ഷോറൂമിൽ തന്നെയാണ് ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഫ്യൂച്ചറിൽ ലൈക്ക് പുറത്തെവിടെയെങ്കിലും ഒക്കെ ചെയ്യേണ്ടി വരും. പക്ഷേ ഇതിന് ഞാനിപ്പോൾ ഓൾറെഡി അൺലിമിറ്റഡ് വാറണ്ടി എടുത്തിട്ടുണ്ട്. ലൈക്ക് അൺലിമിറ്റഡ് കിലോമീറ്റർ അല്ല, കിലോമീറ്ററിന് ലിമിറ്റ് ഉണ്ട്. 150 സംതിങ്. എഞ്ചിൻ ട്രാൻസ്മിഷൻ എവറിത്തിങ് ലൈക്ക് വിയറബിൾ അല്ലാത്ത എല്ലാ പാർട്സിനും തന്നെ വാറണ്ടി എടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള വണ്ടി എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന ഗ്യാപ്പ് ഇൻഷുറൻസും പിന്നെ ഇതുപോലത്തെ എക്സ്റ്റൻഡഡ് വാറണ്ടീസും ആയിരിക്കും. അതെ, ഇൻ കേസ് എന്തെങ്കിലും ചെറിയ സാധനം ബ്രേക്ക് ആയപ്പോൾ നമുക്ക് ആ ഒരു വാറണ്ടി ക്ലെയിം എടുക്കണ കാശും ഓൾമോസ്റ്റ് ഇതാവും. അതെ, പിന്നെ മെയിനായിട്ട് അങ്ങനത്തെ എക്സ്റ്റൻഡഡ് വാറണ്ടിയുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവർ റെക്കമെൻഡ് ചെയ്യുന്ന ഷോപ്സിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരിക്കലും ഷോറൂമിൽ കൊണ്ടുപോയിട്ട് ഒരു വർക്ക് ചെയ്തിട്ട് അത് എക്സ്റ്റൻഡഡ് വാറണ്ടി ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ഏത് വാറണ്ടിയിലാണ് യൂസ് ചെയ്യുന്നത് ആ വാറണ്ടിയിലുള്ള ആൾക്കാരെ ആദ്യമേ വിളിച്ചിട്ട് ഏത് ഷോപ്സാണ് ഇപ്പോൾ ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ എഞ്ചിൻ അല്ലെങ്കിൽ കവർ ചെയ്തെന്ന് ചോദിച്ചതിന് ശേഷം മാത്രം വർക്ക് സ്റ്റാർട്ട് ചെയ്യുക. ഇതിന് വേണ്ടിയിട്ട് എക്സോസ്റ്റ് നോട്ട് കേൾക്കാം. അപ്പോൾ വണ്ടി തന്നെ നമുക്കിപ്പോൾ മാനുവലാണല്ലോ 6 സ്പീഡ്. ഇത് ഷോർട്ട് ഗിയർ ആണോ ലോങ് ഗിയർ ആണോ ആദ്യത്തെ ഗിയറൊക്കെ? ഗിയറിങ്ങിനെ കുറിച്ച് പറയുമ്പോഴത്തേനും ഇതിൻ്റെ ട്രാൻസ്മിഷൻ അത്യാവശ്യം സൂക്ഷിച്ചുകൊണ്ട് നടക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട് പല രീതിയിലുള്ള ഷിഫ്റ്റിംഗ് ഉണ്ട്. ഞാൻ അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഫസ്റ്റും സെക്കൻഡും ഒക്കെ അത്യാവശ്യം ഷോർട്ട് ഷിഫ്റ്റിംഗ് ആണ് വരുന്നത്. പിന്നെ റൈഡ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം സ്റ്റിഫാണ്, പക്ഷേ ഭയങ്കര സ്റ്റിഫെന്ന് പറയാനില്ല. അതുകൊണ്ട് നമുക്കൊരു ലോങ് ഡ്രൈവിന് പോയാൽ അത്ര ഒരു മടുപ്പ് തോന്നത്തില്ല. ഇതിന്റെ ഫ്രണ്ട് സീറ്റ് അത്യാവശ്യം കംഫർട്ടബിൾ ആണ്. പക്ഷേ ബാക്കിലിരിക്കുന്ന ആൾക്കാർ അത്ര ഇരിക്കാൻ താല്പര്യം കാണിച്ചിട്ടില്ല. അതെ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ബോൾസ്റ്റർ സപ്പോർട്ടൊക്കെ അത്യാവശ്യം പാക്കറ്റ് സീറ്റ് പോലത്തെയാണ്. അത്യാവശ്യം ഡ്രൈവർ പ്ലാന്റഡ് ആയിട്ടാണ് ഇരിക്കണത്. അപ്പം അത്യാവശ്യം ഒരു കംഫർട്ടും ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് കോർണറോ അല്ലെങ്കിൽ ഒരു സ്ട്രൈറ്റോ പുഷ് ചെയ്യുമ്പോഴത്തേക്കും അത്യാവശ്യം നമുക്കൊരു കോൺഫിഡൻസ് തോന്നും.
ഫുൾ ടൈം നമ്മൾ റോഡിൽ ഫോക്കസ്ഡ് ആയിട്ട് വേണം ഈ വണ്ടി ഓടിക്കുന്ന സമയത്ത്. അതെ, നമ്മൾ ലോവർ ചെയ്ത മുമ്പേ കാണിച്ച പോലെ വണ്ടി ഭയങ്കര സൂക്ഷിച്ചു വേണം അല്ലേ. പോട്ടോൾസ് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് വെട്ടിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ എപ്പോഴും ലൈക്ക് റിയർ വ്യൂ മിററിലും വേറെ വണ്ടികൾ സൈഡിൽ നിന്ന് വരുന്നുണ്ടോ നോക്കി വേണം മാത്രം യൂസ് ചെയ്യാം. കുറച്ച് കെയർഫുൾ ആയിട്ട് പോവുക. പിന്നെ സ്പീഡ് ഞാൻ അധികം അങ്ങനെ പോകാറില്ല. ലൈക്ക് നമുക്ക് നേരത്തെ അറിയാവുന്ന റോഡും ഓക്കെ ആണെന്നുള്ള റോഡ്സിൽ മാത്രമേ ഞാൻ സ്പീഡിൽ പോകാറുള്ളൂ. ബാക്കി എല്ലായിടത്തും മാക്സിമം സ്പീഡ് ലിമിറ്റ് കീപ്പ് ചെയ്ത് വണ്ടി നോക്കി നോക്കി മാത്രമാണ് പോകാറ്. ഓക്കെ, അപ്പോൾ ആരോപിൽ അപ്പോൾ വണ്ടി റിവ്യൂ ചെയ്യാൻ തന്നതിന് വളരെയധികം നന്ദിയുണ്ട്. പിന്നെ നമുക്ക് അടുത്ത സീസണിൽ ഇനിയിപ്പം ആരോമിൻ്റെ പ്ലാൻസ് എന്നൊക്കെയാണെന്ന് നോക്കാം. അതുപോലെ നമുക്ക് തീർച്ചയായിട്ടും അടുത്ത അപ്ഗ്രേഡും എല്ലാമായിട്ട് കാണുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. അതിന് മുമ്പ് നമുക്ക് തീർച്ചയായിട്ടും കുറച്ച് റോളിംഗ് ഷോട്ട് പിന്നെ വേറെ 2 ലൊക്കേഷനിലൂടെ പോകാനുണ്ട്. അപ്പം തീർച്ചയായിട്ടും അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർക്കും കാണുന്നവർക്കും നന്ദി. കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ പ്ലീസ് അടുത്ത എപ്പിസോഡിൽ കാണാം.